Welcome back to our GS class. Today we will study the remaining part of our chapter 1, the food that we eat. Okay, standard for the chapter 1, food that we eat. Okay, and today we are going to study about minerals, roughage and balanced diet. Okay, so let us learn them in detail. First one is minerals. Minerals help our body grow. They also help in the formation of healthy bones, teeth and blood. In short, minerals help us to stay healthy. Minerals എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? Minerals help in the formation of healthy bones, teeth and blood. അതായത് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബോൺസും ടീത്തും അതുപോലെ തന്നെ ബ്ലഡും ഒക്കെ ഉണ്ടാകാനായിട്ടാണ് മിനറൽസ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇൻ ഷോർട്ട്, മിനറൽസ് ഹെൽപ്പ് us to stay healthy. അങ്ങനെയാണ് നമ്മളെ ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് മിനറൽസ് ഹെൽപ്പ് ചെയ്യുന്നത്. മിനറൽസ് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ദേ ഹെൽപ്പ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഹെൽത്തി ബോൺസ്, ടീത്ത് ആൻഡ് ബ്ലഡ്. മിൽക്ക് കണ്ടെയ്ൻ കാൽസ്യം. അതായത് നമ്മൾ കുടിക്കുന്ന മിൽക്കിൽ ഏത് മിനറലാണുള്ളത്? കാൽസ്യമാണുള്ളത്. കാൽസ്യം ഈസ് എ മിനറൽ വിച്ച് മേക്സ് അവർ ബോൺസ് സ്ട്രോങ്. അതായത് കാൽസ്യം നമ്മൾ കുടിക്കുന്ന പാലിലുള്ള മിനറലാണ് കാൽസ്യം. കാൽസ്യം എന്തിനാണ് സഹായിക്കുന്നത്? വിച്ച് മേക്സ് അവർ ബോൺസ് സ്ട്രോങ്. നമ്മുടെ എല്ലുകളെല്ലാം നല്ല സ്ട്രോങ് ആകാനായിട്ടാണ് കാൽസ്യം ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, കാൽസ്യം എവിടെയാണ് ഉള്ളത്? മിൽക്ക് കണ്ടെയ്ൻസ് കാൽസ്യം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഈസ് അയൺ ഈസ് അനദർ മിനറൽ. അയൺ എന്ന് പറയുന്നത് മറ്റൊരു മിനറലാണ്. ഇറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ആപ്പിൾസ് ആൻഡ് ബ്രിഞ്ചാൾസ്. അതായത് മറ്റൊരു മിനറലാണ് അയൺ. അയൺ ഏറ്റവും കൂടുതൽ കാണുന്നത് എവിടെയാണ്? ക്യാൻ യു സീ ദിസ്? ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്. Okay, green leafy vegetables, cabbage, broccoli, milk, fish, cheese, yogurt and nuts. ഇതിനകത്തെല്ലാം എന്താണ്? മിനറൽസ് റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് ആണ്. ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ക്യാബേജ്, ബ്രൊക്കോളി, മിൽക്ക്, ഫിഷ്, ചീസ്, യോഗട്ട്, നട്ട്സ്, ഇതെല്ലാം they are the good sources of minerals. Okay, next is water. We need to drink lots of water every day. Water helps in digesting the food. It also flushes out waste from the body in the form of urine and sweat. To remain healthy, we should drink plenty of water. അതായത് നമ്മൾ ധാരാളം വെള്ളം കുടിക്കണമെന്നാണ് പറയുന്നത്. എന്തിനാണ് നമ്മൾ ധാരാളം വെള്ളം കുടിക്കണമെന്ന് പറയുന്നത്? വാട്ടർ ഹെൽപ്സ് ഇൻ ഡൈജസ്റ്റിംഗ് ദ ഫുഡ്. നമ്മുടെ ഫുഡിൻ്റെ ഡൈജഷന് വാട്ടർ ഹെൽപ്പ് ചെയ്യുന്നു. ഇറ്റ് ഓൾസോ ഫ്ലഷസ് ഔട്ട് വേസ്റ്റ് ഫ്രം ദ ബോഡി ഇൻ ദ ഫോം ഓഫ് യൂറിൻ ആൻഡ് സ്വെറ്റ്. അത് കൂടാതെ കണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് വേസ്റ്റിനെ യൂറിനായിട്ടും അതുപോലെ തന്നെ സ്വെറ്റായിട്ടും വെളിയിലേക്ക് പോകാനായിട്ട് വാട്ടർ ഹെൽപ്പ് ചെയ്യുന്നു. Okay, water flushes out waste from the body in the form of urine and sweat. To remain healthy, we should drink plenty of water. അതായത് നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കണമെങ്കിൽ നമ്മൾ ധാരാളം വെള്ളം കുടിക്കണമെന്നാണ് പറയുന്നത്. ബിക്കോസ് വാട്ടർ ഹെൽപ്സ് ഡൈജസ്റ്റിംഗ് ദ ഫുഡ് ആൻഡ് ഓൾസോ ഫ്ലഷസ് ഔട്ട് വേസ്റ്റ് ഫ്രം ദ ബോഡി ഇൻ ദ ഫോം ഓഫ് യൂറിൻ ആൻഡ് സ്വെറ്റ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് റഫേജ്. റഫേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? റഫേജ് കംപ്രൈസസ് ഫൈബർ കണ്ടെയ്ൻഡ് ഇൻ ദ ഫുഡ്. അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡിനകത്തുള്ള ഫൈബർ കണ്ടൻസിനെയാണ് നമ്മൾ റഫേജ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ പറയത്തില്ലേ ഫൈബർ കണ്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നാരുകൾ കൂടുതലുള്ള ഭക്ഷണം കഴിക്കണം എന്ന് പറയത്തില്ലേ? ഫൈബർ
includes parts of the plant that cannot be digested by our body, but fiber is needed for good digestion and easy removal of waste. Fiber helps to keep our digestive system clean. എന്തിനാണ് ഈ ഫൈബർ കണ്ടൻറ്റ് അല്ലെങ്കിൽ റഫേജ് ഉള്ള ഫുഡ് റഫേജ് കഴിക്കണം, നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഫൈബർ എന്ന് പറയുന്നത് പ്ലാന്റ് ഫൈബർ അല്ലേ. ഫൈബർ ഇൻക്ലൂഡ്സ് എ പാർട്ട് ഓഫ് ദ പ്ലാന്റ് ദാറ്റ് കനോട്ട് ബി ഡൈജസ്റ്റഡ് ബൈ അവർ ബോഡി. അതായത് നമ്മുടെ ശരീരത്തിൽ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഫൈബർ എന്ന് പറയുന്നത്. ബട്ട് ഫൈബർ ഈസ് നീഡഡ് ഫോർ ഗുഡ് ഡൈജഷൻ ആൻഡ് ഈസി റിമൂവൽ ഓഫ് ദ വേസ്റ്റ്. അതായത് ഫൈബർ പക്ഷേ നമ്മുടെ ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്നു, അതുപോലെ തന്നെ വേസ്റ്റിനെ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, ഫൈബർ ഹെൽപ്സ് ടു കീപ്പ് അവർ ഡൈജസ്റ്റീവ് സിസ്റ്റം ക്ലീൻ. നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ക്ലീൻ ആകാനായിട്ടും ഈ ഫൈബർ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, സോ റഫേജ് കംപ്രൈസസ് ഫൈബർ കണ്ടെയ്ൻഡ് ഇൻ ദ ഫുഡ്. ഓക്കെ, ഫൈബർ ഹെൽപ്സ് ടു കീപ്പ് അവർ ഡൈജസ്റ്റീവ് സിസ്റ്റം ക്ലീൻ. ഓക്കെ, carrot, cucumber, apples, orange, nuts, peanuts, beans, peas are good sources of fiber. ഫൈബറിൻ്റെ ഗുഡ് സോഴ്സസ് എന്ന് പറയുന്നതാണ് ക്യാരറ്റ്, കുക്കുംബർ, ആപ്പിൾ, ഓറഞ്ച്, നട്ട്സ്, പീനട്ട്സ്, ബീൻസ് ആൻഡ് പീസ് ആർ ഗുഡ് സോഴ്സസ് ഓഫ് ഫൈബർ. ഫൈബർ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഫുഡ് ഐറ്റംസ് ആണ് ഈ പറഞ്ഞ ക്യാരറ്റ്, കുക്കുംബർ, ആപ്പിൾ, ഓറഞ്ച്, നട്ട്സ്, പീനട്ട്, ബീൻസ്, അതുപോലെ പീസ്. ഇതെല്ലാം ഫൈബർ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഫുഡാണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് സം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഷുഡ് ബി ഈറ്റൻ റോ. അതായത് ചില ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നമ്മൾ അതുപോലെ തന്നെ അല്ലെങ്കിൽ അത് കുക്ക് ചെയ്യാതെ കൊണ്ട് കഴിക്കണമെന്ന് പറയും. എന്തുകൊണ്ടാണ്? വി ഷുഡ് ഈറ്റ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് റോ. ദിസ് ഈസ് ബിക്കോസ് സം ഇമ്പോർട്ടൻറ്റ് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ആർ ലോസ്റ്റ് ഡ്യൂറിങ് കുക്കിംഗ്. അതായത് ചില ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും ഉള്ള വൈറ്റമിൻസ് ഒക്കെ കുക്ക് ചെയ്യുമ്പോഴത്തേന് പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ വെജിറ്റബിൾസ് എല്ലാം തന്നെ വെജിറ്റബിൾസും ചില വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ നമ്മൾ അതുപോലെ തന്നെ കഴിക്കണമെന്ന് പറയുന്നത്. സോ ഇൻ റോ ഫോം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് സച്ച് ആസ് ആപ്പിൾസ്, കുക്കുംബേഴ്സ്, ക്യാരറ്റ്സ്, റാഡിഷ് ആൻഡ് പൊട്ടറ്റോസ് പ്രൊവൈഡ് അസ് ലോട്ട്സ് ഓഫ് ന്യൂട്രിയൻസ്. അതായത് ഈ പറയുന്ന വെജിറ്റബിൾസ് എല്ലാം കുക്ക് ചെയ്യുമ്പോഴത്തേന് ഇതിൽ നിന്ന് വൈറ്റമിൻസ് ഒക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, വൈറ്റമിൻസും മിനറൽസും ഒക്കെ. പക്ഷേ ഇത് നമ്മൾ അതേ രൂപത്തിൽ അല്ലെങ്കിൽ അത് നമ്മൾ പച്ചയ്ക്ക് കഴിക്കുവാണെങ്കിൽ ഇതിൽ ധാരാളം അടങ്ങിയിട്ടുള്ള ന്യൂട്രിയൻസ് നമുക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. ഓക്കെ, ബട്ട് ഓൾ ഫുഡ് ഐറ്റംസ് കനോട്ട് ബി ഈറ്റൻ റോ. പക്ഷേ എല്ലാ ഫുഡ് ഐറ്റംസും നമ്മൾക്ക് കുക്ക് ചെയ്യാതെ കഴിക്കാൻ പറ്റത്തില്ല. കുക്ക് ചെയ്തിട്ട് വേണം ചില ഫുഡ് ഐറ്റംസ് ഒക്കെ കഴിക്കാനായിട്ട്. സം വെജിറ്റബിൾസ്, സിറിയൽസ് ആൻഡ് പൾസസ് ഹാവ് ടു ബി കുക്ക്ഡ്. കുക്കിംഗ് softens the food and makes it easy to digest. Cooking also improves the taste of the food. അതായത് ചില വെജിറ്റബിൾസ് അതുപോലെ സിറിയൽസ്, പൾസസ് ഇതൊക്കെ നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് വേണം കഴിക്കാനായിട്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ പറയുന്ന ഫുഡ് ഐറ്റംസ് ഒക്കെ കുക്ക് ചെയ്യണമെന്ന് പറയുന്നത്? കുക്കിംഗ് സോഫ്റ്റൻസ് ദ ഫുഡ് ആൻഡ് മേക്സ് ഇറ്റ് ഈസി ടു ഡൈജസ്റ്റ്. അതായത് കുക്ക് ചെയ്യുമ്പം ഫുഡ് കുറച്ചുകൂടെ സോഫ്റ്റ് ആവും, അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ കുക്കിങ്ങിലൂടെ ഈ ഫുഡിൻ്റെ ടേസ്റ്റ് ഇംപ്രൂവ് ചെയ്യും. കുക്കിംഗ് ഓൾസോ ഇംപ്രൂവ്സ് ദ ടേസ്റ്റ് ഓഫ് ദ ഫുഡ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ബാലൻസ്ഡ് ഡയറ്റ്. വാട്ട് യു മീൻ ബൈ ബാലൻസ്ഡ് ഡയറ്റ്? ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? A single type of food cannot provide all the nutrients that our bodies need. Some type of food gives us energy, while other types help us grow. To get various nutrients, we must have a combination of different food items. The food that we eat is called our diet.
A diet that provides in correct amount of all the nutrients required by the body along with water and roughage is called a balanced diet. Okay, balanced diet എന്ന് പറഞ്ഞാൽ എന്താണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സിംഗിൾ ടൈപ്പ് ഓഫ് ഫുഡ് കഴിക്കുന്നതുകൊണ്ട് നമുക്ക് എല്ലാ ന്യൂട്രിയൻസ് കിട്ടണമെന്നില്ല അല്ലേ. ചില ഫുഡ് ഐറ്റംസ് നമുക്ക് എനർജി തരും, അതുപോലെ തന്നെ ചിലത് നമ്മുടെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും. അതുപോലെ എല്ലാ ഫുഡ് ഐറ്റംസൂടെ നമുക്ക് കറക്റ്റ് എമൗണ്ടിൽ കഴിച്ചാൽ മാത്രമേ അതൊരു ബാലൻസ്ഡ് ഡയറ്റ് ആകത്തുള്ളൂ. സോ എ ഡയറ്റ് ദാറ്റ് പ്രൊവൈഡ്സ് ഇൻ കറക്റ്റ് എമൗണ്ട് ഓഫ് all the nutrients required by the body along with water and roughage is called a balanced diet. Can you see this? This is the picture of balanced diet. ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും ശരിയായ അളവിൽ വാട്ടറും റഫേജും എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് നമ്മുടെ ശരീരത്തിലെത്തുന്ന ആ ഒരു ഡയറ്റിനാണ് നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. ഫുഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു അസ്. ഡു നോട്ട് വേസ്റ്റ് ഫുഡ്. ഫുഡ് ഷുഡ് ബി സ്റ്റോർഡ് പ്രോപ്പർലി സോ ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് ഗെറ്റ് സ്പോയിൽഡ്. അതായത് ഫുഡെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് ഒരിക്കലും വേസ്റ്റ് ആക്കരുത്. ഫുഡ് നമ്മൾ പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കണം. ഓക്കെ. What is balanced diet? A diet that provides in correct amount of all the nutrients required by the body along with water and roughage is called a balanced diet. Okay. So our first chapter is over. You study well. We will meet in the next class. Thank you.